ഗണപതിക്ക് ഏത്തമിടുന്നത് എന്തിനെന്നറിയാമോ? വിഘ്ന നിവാരണനായ ഗണപതി ഭഗവാനെ വന്ദിക്കുമ്പോൾ മാത്രം ചെയ്യുന്ന അനുഷ്ഠാനമാണ് ഏത്തമിടിയിൽ. മറ്റു ദേവീദേവന്മാർക്ക് ഏത്തമിടിയിൽ പാടില്ല. പ്രത്യേക രീതിയിലാണ് ഏത്തമിടുക. ഇടതുകാൽ ഭൂമിയിൽ ഉറപ്പിച്ച് വലതുകാൽ ഇടതുകാലിന്റെ മുന്നിലൂടെ കൊണ്ടുവന്ന് ഇടതുവശത്തെ പെരുവിരൽ മാത്രം നിലത്തൂന്നി നിൽക്കണം. ശേഷം ഇടതുകൈ വലത്തെ ചെവിയിലും വലതുകൈ ഇടത്തുകൈയുടെ മുന്നിലൂടെ കൊണ്ടുവന്ന് ഇടത്തെ ചെവിയിലും തൊട്ട് ശരീരത്തിന്റെ നടുഭാഗം വളച്ചും കുനിഞ്ഞും നിവർന്നുമാണ് ഏത്തമിടുന്നത്. ഗണപതിക്ക് മുന്നിൽ ഏത്തമിടുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഒരിക്കൽ മഹാവിഷ്ണു ശിവകുടുംബത്തെ വൈകുണ്ഠത്തിലേക്ക് ക്ഷണിച്ചു. എല്ലാവരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഗണപതി ഭഗവാൻ വൈകുണ്ഠത്തിലൂടെ ചുറ്റിപ്പറ്റി നടന്നു. ഈ സമയത്ത് ഭഗവാന്റെ സുദർശന ചക്രം കാണാനിടയായി. എന്തു കണ്ടാലും വായിലിടുന്ന ഉണ്ണി ഗണപതി ചക്രായുധം വായിലിട്ടു വിഴുങ്ങാൻ ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് വായിൽ തന്നെ വെച്ചു കളിച്ചുകൊണ്ടിരുന്നു. ചക്രായുധം തിരഞ്ഞ വിഷ്ണുവിന് വാപ്പൂട്ടി കള്ളത്തരത്തിൽ നിൽക്കുന്ന ഗണപതിയെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. ഭയപ്പെടുത്തിയാൽ പേടിച്ചു വിഴുങ്ങിയാലോ എന്ന് കരുതി ചിരിപ്പിക്കാൻ ഭഗവാൻ ഗണപതിയുടെ മുന്നിൽ നിന്ന് ഏത്തമിട്ടു കാണിച്ചു. വിഷ്ണു ഏത്തമിടുന്നത് കണ്ടപ്പോൾ ഗണപതി കുടുകുടെ ചിരിച്ചു. ആ സമയത്ത് ചക്രായുധം നിലത്തു വീണു. ആപത്ത് ഒഴിഞ്ഞു. ഗണപതി ഭഗവാനെ സന്തോഷിപ്പിച്ച് വിഘ്നങ്ങൾ നീക്കാനുള്ള ഉത്തമ മാർഗമായാണ് ഭക്തർ ഏത്തമിടലിനെ കരുതുന്നത്. ഏത്തമിടൽ കൊണ്ട് ശാരീരികമായ വളരെയധികം ഗുണങ്ങളുണ്ട്. ശാസ്ത്രീയമായി ഏത്തമിടൽ ബുദ്ധി ഉണർത്തുന്ന ഒരു വ്യായാമമാണ്. ഈ വ്യായാമ മുറയിലൂടെ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിച്ച് ബുദ്ധിക്കുണർവുണ്ടാകുന്നു. കുറഞ്ഞത് 3 തവണയെങ്കിലും ഏത്തമിടണം. 5, 7, 12 എന്നിങ്ങനെ ഏത്തമിടലിന്റെ സംഖ്യ വർദ്ധിപ്പിക്കാവുന്നതാണ്. 12 തവണ ഏത്തമിടുന്നതാണ് ഉത്തമം.